ഹലോ ഗൈസ്, നമ്മളൊരു മുഹമ്മദ് സ്വാമിമാട് കുറച്ച് മുന്തിരിയുടെ വള്ളി മണ്ണിൽ പാകാനിട്ടിരുന്നു. അപ്പോൾ അത് വേരല്ല റൂട്ടീൻസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ്, തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ നല്ല റോസ് കളർ മുന്തിരിയാണ്. മുന്തിരി തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി മുളപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ നല്ല കരുത്തുള്ള മുളകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നേരെ കീസയിലോട്ടാക്കുന്നൊരു വീഡിയോ ആണ്. ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നട്ട് കൊടുക്കുക. നല്ല മധുരമുള്ള നമ്മളെ വീട്ടിൻ്റെ മുകളിൽ ഇപ്പോൾ 2ാമത് കൊല്ലം പുതുതായിട്ട് ബ്രൂണിങ്ങൊക്കെ ചെയ്ത് നിർത്തിയപ്പോൾ തലകളൊക്കെ വെട്ടിക്കൊടുത്തപ്പോഴേ നല്ല ഉഷാറായിട്ട് മുന്തിരി കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാർപ്പിൻ്റെ മുകളിലാണ്, റൂമിലാണ് നട്ടിട്ടുള്ളത്. ശരിക്കും മണ്ണിലാണ്, നിലത്ത് മണ്ണിൽ തന്നെയാണോ നടുന്നതെങ്കിൽ നല്ല വളമിട്ട് കൊടുത്ത് വേരോട്ടം എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടും. അപ്പോൾ അത് മുകളിൽ എത്രത്തോളം ഒരു റമ്മിൻ്റെ പൊളിയിലാണ് വെച്ചിട്ടുള്ളത്. അതിൽ വേണ്ടത്ര ഇതില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാം പൊടിച്ച് എടുക്കാൻ വഴുകിപ്പോയി. അപ്പോൾ അതിനുള്ളിൽ കിടന്നിട്ട് തന്നെ കുറേ ചീഞ്ഞു പോയി. പൊടിപ്പുകളൊക്കെ ശീരങ്ങൾ വന്നത് ഒക്കെ ഇതായിപ്പോയി, കുറച്ച് വഴുകി. ഇതിലിട്ട മന്തിയിൽ പാകിയിട്ടായിരുന്നു, അതിൽ പാകിയതായിരുന്നു. അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവുക. ഓക്കെ, അവർ വന്നിട്ടില്ല, അവർ വിളിച്ചില്ല. അതപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത്, ഞാൻ അവനോട് പറയേ, ഇപ്പം അങ്ങനെ നീണ്ടുന്നാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് വേര് പൊട്ടിക്കണ്ട, വേര് അടിയിലേ എടുത്തത് കളച്ചെടുക്കണ്ടിന്ന് നോക്കിയില്ലാണ്ട് വലിച്ചോടിയാവും കൂട്ടല്ലേ. അതൊക്കെ എല്ലാം ഉഷാറാവും, പെട്ടെന്ന് ഉഷാറാവും. മോള് കായ്ച്ചേക്കണ്, മോളിപ്പോൾ കായ്ച്ചേക്കണ്. നല്ല ഭയങ്കര നല്ല മധുരമുണ്ട്. ഇത്തളും പൊടി ഇട്ട് കൊടുക്കണം. ആ സമയം ഉണ്ടാകുമ്പോൾ പൊയ്ക്കുന്ന സമയമാകുമ്പോഴേ ഇത്തള് പറിച്ചു കൊടുത്താൽ ആ ഇത്തളിൻ്റെ അതിൽ പെട്ടെന്ന് നല്ല മധുരം വെക്കണം. അല്ലെങ്കിൽ ആ പച്ചയിലർത്താൻ നല്ല പുളിയാണ്. ഇവിടുത്തെ നല്ല മധുരം. ഇവിടെ അതിന് പൂക്കാൻ അയക്കൂല, പോലും അറക്കലേക്കും പെട്ടെന്ന് അറക്കും. ആ വീഡിയോ ഇതിൻ്റെ സംഭവം ചാലല്ലേ, ചാലു വേണേ കാരണം പറഞ്ഞു. ചാടിച്ചേ അവിടെ ആളുകൾ വെറുതെ ആഡംബര കല്യാണേ ആണ് നടത്തിയനെ. ഇത് നോക്കിയിട്ട് ഇതാണ് ലാഭം. ഒരു ചോറുള്ളൂ പൂള ഉള്ളൂ, പത്തല്, പിന്നെ പൊറാട്ടയും പത്തിരിയും വെള്ളപ്പൂളും. അത് മറ്റിനക്കാലം ലാഭമല്ലേ, കാരണം രാത്രി കല്യാണം ചെല്ലോ. ഇന്നത്തോടു കൂടി കല്യാണം കഴിഞ്ഞില്ല മജീദിന്റെ അല്ലേ. രാത്രി കല്യാണം, നമ്മളിപ്പോ രാത്രി കല്യാണത്തിന് എന്തായാലും ഒരു 5 കിലോ വെക്കുമ്പോഴേ കായത്രാണോ 5 കിലോ വെക്കിട്ട് കായ ആവണില്ല. പൊറാട്ടി ലൈവ് അടിച്ചാല് 12,000 റുപ്യ, 12,000 ആയി. മറ്റേ പൊറാട്ടക്കും തുമ്മടെ ബപ്പിയാക്കാടുത്ത പരിപാടി പൊറാട്ടി എന്നൊക്കെ പറയാം. ഇതുണ്ട് പേര്. ഞാനായി കുളർത്തിയില്ല, ഞാനായി ഇളക്കിയെടുത്താൽ മതിയായിരുന്നു. ഉള്ളു വേരടിയിലേ ഇതുണ്ട്, കേങ്ങായിട്ട് പോരും. ഇതിങ്ങനെ വലിയ കേങ്ങായി ഇങ്ങനെ പോവുക. അതാണ് ഇത് കുറേ ഈടുക്കുന്നത്. 10-25 വർഷം വരെ നിൽക്കുന്ന ഒരു വള്ളി. ഇപ്പം വാട്ടിയാക്കാലത്ത് വെട്ടി കൊടുക്കായിട്ട് തിരക്കൂടൽ തുടങ്ങിയത്.
ഒറ്റക്കാണെ മെത്താൾ അവിടെ പന്തലതാ. അപ്പോൾ എല്ലാം ഉഷാറായിരിക്കണേ. പള്ളിച്ച് മുറിച്ചാ നമ്മളിൽ നിന്ന് വെട്ടിയത് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഒക്കെ കട്ട് ചെയ്തണം. കട്ട് ചെയ്തിട്ട് വളമിട്ട് കൊടുക്കണം. വളമിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പിന്നെ കൊണ്ട് ശരിയാവും, ഏകതാവും. വേണ്ട ചെക്കിൻ്റെ മാളുണ്ട്. മാളൂ ഇന്നലെ മിഞ്ഞാന്ന് ഇല്ല അല്ലൊന്ന് കൽപ്പകഞ്ചേരി പോയി നോക്കി. ശരിയില്ല. അപ്പോൾ ഇതാണ് നമ്മളെ റൂട്ടീൻസ് എല്ലാം വന്നതിട്ടാ. നമ്മൾ ആന്ത്രോപ്പാട് വന്നപ്പോൾ അവനായിട്ടുള്ള സംസാരത്തിലായിരുന്നു. കുറേ തെയ്യുണ്ടാക്കി, ആദ്യം തെയ്യുണ്ടാക്കിയതൊക്കെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ആരെങ്കിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കൊണ്ട് എടുത്തു പോവും. നല്ല റോസ് മുന്തിരി, നമ്മൾ നല്ല വലിയ ഐറ്റം മുന്തിരി. കീസ വേണം. കീസ അപ്പോൾ സുഹൃത്തുക്കളെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഏകദേശം എത്ര ഉണ്ട് പറയാം, ഒരു 10, 15, 17, 18 തെയ്യോളമുണ്ട്. കുറച്ച് ആദ്യം തെയ്യത് മുകളിലുണ്ട്. ഇനി ഇപ്പം കപ്പിഞ്ഞ് പൊടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം 4-5 ദിവസം കൂടി
വേരൊന്ന് കീസി പിടിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, വെയിൽ കൊള്ളിക്കാതെ വെക്കണം. അപ്പോൾ കാണുന്ന വിചാരിക്കുക. അപ്പം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ മുന്തിരി തൈയൊക്കെ കൊടുന്ന് വീട്ടിൽ വെച്ചാലേ ഒരു അതിർപ്പം രസത്തിന് ഇങ്ങനെ എന്ത് ചെയ്യുക, വീട്ടിൽ തന്നെ മുന്തിരി ഉണ്ടാക്കിയെടുത്ത് അതിൽ ഒരു പോലെ മുന്തിരി കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളാർക്കെങ്കിലൊക്കെയാണ് കൊടുക്കും. ചിലവരൊക്കെ ചോദിക്കാറുണ്ട്, അപ്പോൾ അവർക്കാണ് കൊടുക്കണം. നമ്മൾ കൊണ്ടുപോയി നട്ടു കൊടുത്തതിനിപ്പോൾ എല്ലാം കായ്ക്കാനായി തുടങ്ങിയുണ്ട്. അതിൻ്റെ കൂടെ നമ്മളോട് വെച്ചത് കായ്ച്ചു. അപ്പോൾ ഇതുമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വലിയൊരു പ്രചോദനമാകട്ടെ. അപ്പോൾ വീഡിയോ ഇവിടെ ഇതിൻ്റെ ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്കൊക്കെ അടിച്ച് നമുക്ക് പ്രോത്സാഹനം നൽകുക. എല്ലാവർക്കും നല്ലതായിട്ട് മുഹമ്മദ് സ്വാഗതമാണ്.